മെന്റൽ ഇൽനെസ് ഉള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് കൗൺസിലിംഗിന് വിട്ടേന്ന് ആ ഡോക്ടർ പറഞ്ഞു. മാം ഈ ഇത്ര കൊല്ലം ആവാത്ത കാര്യം എങ്ങനെയാ ഒരു 15 ദിവസം കൊണ്ട് എങ്ങനെയാ ആവാന്ന്. എല്ലാവരും ഓപ്പൺ അപ്പ് ആവും. എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. ഇത് കീർത്തിയും ഹസ്ബൻഡും ഇവിടെ ഇപ്പോൾ ഒരു 15 ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. നാളെ മറ്റന്നാളായിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ കീർത്തിയുടെ ആ ഒരു വിവാഹ ജീവിതത്തിലെ ആ ഒരു തുടക്കം മുതൽ കീർത്തി നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും കീർത്തി എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിന് മുമ്പ് ചെയ്തു എന്നതിനെക്കുറിച്ചും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് കീർത്തിയുടെയും ഭർത്താവിൻ്റെയും ലൈഫിൽ ഉണ്ടായത് എന്നതിനെക്കുറിച്ചും എല്ലാം നിങ്ങളോട് പറയണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പോൾ കീർത്തിയുടെ ആ നല്ല മനസ്സിന് നമ്മളെല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കീർത്തി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. മാഡം പറഞ്ഞ പോലെ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് ഇവിടെ താമസിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്ത് എല്ലാം സക്സസ്ഫുൾ ആയി അടിപൊളിയായിട്ട് ഹാപ്പി ആയി പോയി ഞങ്ങളുടെ ഫ്രഷ് ആയ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരുപാട് സന്തോഷം. കീർത്തിക്ക് ഹസ്ബൻഡിനും എത്ര വയസ്സായി മക്കളെ ഇപ്പോൾ? എനിക്കിപ്പോ 30 വയസ്സായി മാഡം. ഏട്ടനിപ്പോ 34 വയസ്സായി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5.5 കൊല്ലമായി മാഡം. അറേഞ്ച് മാരേജ്, ലവ് മാരേജ്? അറേഞ്ച് മാരേജ് തന്നെയായിരുന്നു. എല്ലാവരെയും പോലെ മോളും വളരെയധികം സ്വപ്നങ്ങളോടുകൂടി ആയിരിക്കാം വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെന്നതല്ലേ? അപ്പോൾ ആ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഒരു 6 മാസം, ഒരു വർഷമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോ നോക്കി പറഞ്ഞോട്ടോ, അവിടെ നോക്കി പറഞ്ഞോട്ടോ. മാം പറഞ്ഞ പോലെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നല്ലപോലെ കല്യാണം എല്ലാം കഴിഞ്ഞു. ഏട്ടന്റെ വീട്ടിലേക്കൊക്കെ പോയി 1.5 മാസം അവിടെ നിന്നു. അപ്പോ ആ സമയത്താണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയാം. ഭർത്താവും ഭാര്യയും കല്യാണം കഴിച്ചാൽ ലൈംഗികപരമായിട്ടൊരു നമ്മളൊരു ഇതുണ്ടല്ലോ, അതാണല്ലോ എല്ലാ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ഒരു കാര്യം. അപ്പൊ ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. മോൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പ്രശ്നം അതെന്താ വെച്ചാൽ എനിക്കൊരു പേടി, നമ്മുടെ വെജനയുടെ വേദന ഉണ്ടാവോ, ഇല്ലെങ്കിൽ ബ്ലഡ് വരുമോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്താഗതിയായിരുന്നു. അപ്പോൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പേടി കാരണം ബാക്കോട്ട് പോവാ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം എന്തെങ്ങനെ ആവാൻ കാരണം. അപ്പൊ ഭയങ്കര ടെൻഷൻ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടാ, അങ്ങനത്തെ ഓരോ പ്രയാസമൊക്കെയായിരുന്നു ആദ്യം എനിക്ക് ലക്ഷണങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അത് മാറാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഡോക്ടറെ വല്ലതും കണ്ടോ, ഇല്ല നിങ്ങൾ തന്നെ സ്വയം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് വന്നോ? ഞങ്ങൾ വിചാരിച്ചത് കല്യാണം എല്ലാം കഴിഞ്ഞ് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ആ ടെൻഷനും ഈ എന്താ പറയാ അതൊക്കെ കാരണം എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. തിരിച്ച് ഞങ്ങൾ വേഗം ബാംഗ്ലൂർക്ക് പോയിട്ട് നമുക്ക് ശ്രമിക്കുക എന്നുള്ള രീതിയിൽ നമ്മളപ്പോൾ വീണ്ടും ശ്രമിക്കുമ്പോഴും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഞങ്ങളും ഇത് അറിഞ്ഞില്ല ഇങ്ങനെ കടന്നു പോയത്. പിന്നീട് മാഡത്തിന് അറിയില്ലോ, സാധാരണ ഓരോ ചോദ്യങ്ങൾ നമ്മൾ നേരിടാൻ തുടങ്ങി. കുഞ്ഞുങ്ങളായില്ലേന്ന്. അപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞ ബോധം വന്നേ, ഇനിയിപ്പോ ആൾക്കാരുടെ വായ അടപ്പിക്കാൻ വേണ്ടി അത് കവർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. ആഴ്ചകളും മാസങ്ങളും ഒക്കെ പോയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഫോർപ്ലേയും മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്തിരുന്നില്ലേ? ഇല്ല, തുടക്കത്തിലൊക്കെ ചെയ്ത് പതുക്കെ പിന്നെ അതിനുള്ള താല്പര്യം കുറഞ്ഞു വന്നു? തുടക്കത്തിൽ കുറച്ചൊക്കെ ചെയ്തിരുന്നു മാഡം, പിന്നീട് ഒട്ടുമില്ലാണ്ടായി. കാരണം ഞങ്ങളുടെ ചിന്ത എന്താ, നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഇതിനൊക്കെ എന്താ പ്രാധാന്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു. നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാം നിർത്തി മാഡം, ഒന്നുമില്ല. ഭർത്താവും ഭാര്യയാണ്, പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല സ്നേഹമുണ്ട്, നമ്മുടെ അകത്ത് നമ്മുടെ വിഷമൊക്കെ ഞങ്ങൾ തന്നെ ഉള്ളിൽ കുഴിച്ചു മൂടി ഈ സങ്കടം കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയാ മാഡം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആർക്കും ഇതേപോലത്തെ ഒരു ഗതികൾ വരലേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയും സങ്കടം മാഡം ഈ അവസ്ഥ. മോള് വീട്ടില് മോളുടെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ വേറെ സിസ്റ്റേഴ്സ് വല്ലവരും ഉണ്ടോ മോൾക്ക്? എനിക്കൊരു ബ്രദർ ഉണ്ട് മാഡം, ഏട്ടനുണ്ട്. അതെയല്ലോ. അപ്പം ഏട്ടനോട് എന്തായാലും നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. മോളുടെ അമ്മയോട് വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ സൂചിപ്പിച്ചത്? അതല്ല ഇതുവരെ പറഞ്ഞിട്ടില്ലേ? വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ചോദിച്ചു, മോൾക്ക് എന്താണ് പ്രയാസം ഉണ്ടോ, നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, ഇങ്ങനത്തെ ഒരു പേടിയുടെ ഒരു പ്രയാസം ഉണ്ട്, വേദനിക്കോ പിന്നെ ചോര വരാന്നൊക്കെ ഉള്ള പേടി അമ്മ എനിക്കുണ്ടെന്ന് അമ്മോട് പറഞ്ഞിരുന്നു. ആ സത്യം പറഞ്ഞ അമ്മയ്ക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല മാഡം. അപ്പൊ അമ്മയ്ക്കും അങ്ങനെ ഒന്നും സഹായിക്കാനും പറ്റിയില്ല. മോൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പേടി വരാൻ കാര്യം? ഇല്ല, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ എന്തെങ്കിലും കാരണം ഒന്നും ഉണ്ടാവില്ല പേടി വരാൻ. എന്നാൽ ചിലർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. മോൾക്ക് അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? എനിക്ക് ഉണ്ട് മാഡം. നമ്മുടെ ഈ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ മാഡത്തിന് അറിയാമല്ലോ, ഡിഗ്രി എല്ലാം കഴിയുമ്പോൾ പിന്നെ കല്യാണമല്ലേ ഫ്രണ്ട്സൊക്കെ. അപ്പൊ ഫ്രണ്ട്സൊക്കെ പറയും ഈ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഭർത്താവ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചോര വരും കീർത്തി. അപ്പൊ ഇതാണ് എന്റെ മൈൻഡിനുള്ളിൽ സ്റ്റോർ ആയിരിക്കണേ. അപ്പൊ അത് എപ്പോഴും മനസ്സിൽ കിടക്കണം. അപ്പൊ
ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും പൊട്ടി അവിടുന്ന് ഒലിച്ച് ചോര വരും. അതാണ് എന്റെ ധാരണ മാഡം. അത് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇപ്പോഴും കെടുപ്പുണ്ട്. ഇപ്പോഴും ഇപ്പൊ കടുപ്പില്ല. ഇതുവരെ ഇപ്പൊ നമ്മുടെ ആ സംഭവം നമ്മൾ ഓവർകം ചെയ്തല്ലോ. ഇപ്പൊ ആ പേടിയൊന്നുമില്ല. ഇപ്പൊ എല്ലാം മാറി. കാരണം ഒരു മിസ്കൺസെപ്ഷൻ ആയിരുന്നു മാഡം. മിസ്കൺസെപ്ഷൻ, തെറ്റിദ്ധാരണ. അതെ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് ഡോക്ടറെ അടുത്ത് പോയത് 2 വർഷം കഴിഞ്ഞിട്ടാണ് അതെ പറഞ്ഞല്ലേ? അതെ. അപ്പൊ ഞങ്ങള് 18 കല്യാണം കഴിഞ്ഞു. 2020 പോയി ഡോക്ടറെ. എവിടെ, കേരളത്തിലാണോ പോയത് ഇല്ല ബാംഗ്ലൂരാ പോയ ഒരു ഗൈനക്കോളജി മാഡത്തിന്റെ അടുത്താ പോയ. ആ സമയത്ത് നമ്മള് പോയി. അവരോടാണ് പറയുന്നത്. പീരിയഡ്സ് ആയിട്ട് അതിന്റെ റിലേറ്റഡ് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മാഡത്തിനെ പോയി കണ്ടു. അപ്പൊ കൊറോണ സമയമായ കാരണം ഏട്ടനോട് പുറത്തിരിക്കാനാ പറഞ്ഞു. ഏട്ടത്തിന് ഒപ്പിൽ കയറ്റിയില്ല അവര്. അപ്പൊ മാഡമായി സംസാരിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇതും പറഞ്ഞു മാഡം. ഇങ്ങനെ ഞാൻ അധികം ഓപ്പണായി പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു മാഡം എനിക്കിങ്ങനെ ഇത് ചെയ്യണ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു പേടിയും ടെൻഷനും ഇങ്ങനെ വെപ്രാളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്നോട് ആ ഡോക്ടർ പറഞ്ഞ അത് മോള് റിലാക്സ് ചെയ്താൽ മതി. റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ശരിക്കും നടക്കും. മോള് ഇങ്ങനെ ഒരുപാട് അതിനെ പറ്റിയിട്ട് മൈൻഡിൽ കൊടുക്കണ കാരണം പറഞ്ഞത് അത്ര അവര് പറഞ്ഞോളൂ മാഡം. ഈ പെയിൻ ഉള്ള കാരണം നമുക്കൊരു സ്കാൻ ചെയ്യാന്ന് പറഞ്ഞ് പെൽവിക് സ്കാൻ ചെയ്യിപ്പിച്ചു. അപ്പൊ പെൽവിക് സ്കാൻ അകത്തൂടെ അല്ലേ, താഴെ കൂടിയാണോ ചെയ്തത്? അല്ല മാം, മറ്റേ നമ്മുടെ വയറിന്റെ അവിടെ ആയിട്ട് അങ്ങനെ ചെയ്ത. പ്രോബ് ഒന്നും യൂസ് ചെയ്തില്ല, വയറിന്റെ അവിടെ നിന്ന് ചെയ്തു മാഡം. എന്നിട്ട് റിസൾട്ട് വന്നപ്പോ അതിൽ PCOS ഉണ്ടെന്ന് പറഞ്ഞു. മരുന്നോള് തന്നു. ലൈംഗികപരമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, അത് അവസ്ഥ അങ്ങനെ ഉണ്ടായിരുന്നു. PCOS ഉള്ള കാരണം അത് അറിഞ്ഞുകൊണ്ട് അതിന് മരുന്ന് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം മോള് പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയത്? പിന്നെ ഞങ്ങള് 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു മാഡം. എന്നിട്ട് പിന്നെ വേറൊരു ഡോക്ടറെ കാണിക്കാൻ പോയി. അതൊരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് അവരോട്, മാഡം എനിക്കിങ്ങനെ ബന്ധപ്പെടാൻ ഭയങ്കര പ്രയാസമുണ്ട്. ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് നേരിട്ട് പറഞ്ഞു. അതിന്റെ ഒപ്പം പറഞ്ഞു കുട്ടി വേണം എന്നുള്ള വല്ലാണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി വേണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നമുക്ക് എക്സാമിൻ ചെയ്യണമെന്ന് പറഞ്ഞു മാഡം. എന്നിട്ട് എക്സാമിൻ ചെയ്യാൻ കൊണ്ടുപോയി. ആ സമയത്തും ഏട്ടൻ പുറത്തിരിക്കായിരുന്നു, എന്നെ മാത്രമായിരുന്നു ഒപ്പിയിൽ അകത്ത് കയറ്റിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ എക്സാമിൻ ചെയ്യുമ്പോൾ അവര് ഉള്ളു പരിശോധിക്കാൻ മോള് സമ്മതിച്ചോ? ഇല്ല മാം, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ട് അങ്ങനെ ചെയ്യണേ. പിന്നെ ആ ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു മയല്ല, ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു എന്നോട്. അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് മാം, നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. മസിലൊക്കെ ഞാൻ ഇറുക്കി പിടിച്ചു. അപ്പൊ ഇവർക്ക് പരിശോധിക്കാൻ പറ്റണില്ല. അപ്പൊ അവരെന്നെ ചീത്ത പറഞ്ഞു. എന്നോട് ആദ്യം പറഞ്ഞേ, നീ എന്താ ഇങ്ങനെ കളിക്കണേ, നീ ബെറ്റർ ഡിവോഴ്സ് ചെയ്തേക്ക്, നിന്റെ ഭർത്താവ് നിന്നെ വിട്ടുപോകും, വേറെ വല്ല സ്ത്രീകളുടെ കൂടെ പോവും, നീ ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല മാം, ഞാൻ ആകെ തളർന്നു പോയി. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ 3 ഓപ്ഷൻ പറഞ്ഞുതരാം, അതിൽ എന്താണ് ഒരെണ്ണം ചെയ്യുക, ഒരെണ്ണം ഞാൻ സൈക്യാട്രിസ്റ്റിന് റെഫറൻസ് തരാം, കൗൺസിലിങ്ങിന് പോയിക്കോ. പിന്നെ പറഞ്ഞത് ഹൈമനെക്ടമി ചെയ്യുക, ഇല്ലെങ്കിൽ പറഞ്ഞത് കോപ്പറേറ്റ് ചെയ്യുക. അതും അവരെന്നോട് പറഞ്ഞു ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം, അപ്പോഴേ കാര്യം ശരിയാവുള്ളൂ. സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വിടുമ്പോൾ അവർ പറഞ്ഞു ഞാൻ അങ്ങനെ കൗൺസിലിങ്ങിന് വിട്ടാൽ അവർ നിന്നെ വന്നിട്ട് ഇങ്ങനെ ലേബൽ ചെയ്യും, മെന്റൽ ഇൽനെസ് ഉള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന് വിട്ടതെന്ന് ആ ഡോക്ടർ പറഞ്ഞു മാം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി മാഡം. കാരണം ഒരു ഡോക്ടർ ഞാൻ ഒരുപാട് വിശ്വാസത്തോടെ ഒരുപാട് പ്രതീക്ഷയോടെ പോയതാ മാഡം. അപ്പൊ അവരിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. എനിക്ക് പിന്നെ ഒന്നിനും പറ്റുന്നില്ല മാഡം. ഭയങ്കരമായിട്ട് ഡിപ്രഷൻ തന്നെ പറയാം, ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം. ഭയങ്കര മാനസികമായി ഞാൻ തകർന്നു പോയി മാഡം. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പുറത്ത് വന്നു. എന്നിട്ട് ഏട്ടനോട് ഒന്നും മിണ്ടിയില്ല ആ സമയത്ത്. എന്നിട്ട് പോകുമ്പോ ഒക്കെ ഞാൻ വണ്ടിയിലിരുന്ന് കരഞ്ഞുകൊണ്ടാ പോയി. കാരണം എനിക്കത് മനസ്സിൽ എത്രയെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ എങ്ങനെ മാം ഞാൻ അത് ഇറുക്കി പിടിച്ചിരിക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് കരച്ചിലും പിടിച്ചിലും ഒക്കെ തന്നെയായിരുന്നു. എന്നിട്ട് ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇനി ഇങ്ങനെ ഡോക്ടറെ കാണണ്ട, കാരണം ഇങ്ങനെ ഒരു ഡോക്ടറെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇനി എനിക്ക് കാണണ്ട ഏട്ടാ. ആ മാഡം ചെയ്തത് അത് വളരെ വലിയൊരു തെറ്റായിരുന്നു. അത് കാരണം എന്റെ ലൈഫിൽ ഒരുപാട് ബാധിച്ചു മാഡം. അത് ഇപ്പോഴും എന്റെ മനസ്സിൽ കെടുക്കുന്നുണ്ട്. സാറില്ല, ഇനിയിപ്പം അതെല്ലാം വിട്ടുകളയണം. അതെ മാം, കഴിഞ്ഞില്ല, എന്തിനാ അവർക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല, അതുകൊണ്ടാണ് അവര് പറഞ്ഞത്. പിന്നെന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞ് പിന്നെ പറയണ്ട, എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് പിന്നെ എങ്ങോട്ടും പോവാൻ. ജോലിക്ക് വല്ലതും പോകുമായിരുന്നോ? ഇല്ല മാഡം, ജോലിക്ക് പോയിരുന്നില്ല. അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ കുറച്ചുകൂടി അപ്പൊ വീട്ടിലെ കാര്യങ്ങളും ചെയ്തിരിക്കുമ്പോ ഇതേ ചിന്ത വരും മനസ്സിൽ, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ വിഷമം. അപ്പൊ ഏട്ടനോട് പറഞ്ഞു നീ എവിടേക്കും വരുന്നില്ല ഞാൻ പറഞ്ഞു മാഡം. എന്നിട്ട് ഏട്ടൻ പറഞ്ഞു ഇല്ല, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് ഇത് എന്തായാലും നമുക്ക് ഓവർകം ചെയ്യാം. ആ സമയത്ത് ഏട്ടൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മാഡം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താ പറയാ ഇത് മുന്നോട്ട് ഇങ്ങനെ പോയി നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു വിശ്വാസം വന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ഡോക്ടറെ അടുത്ത് നിന്നുള്ള ഈ ഒരു തിക്താനുഭവത്തിന് ശേഷം പിന്നീട് എപ്പോഴാണ് അടുത്ത ഡോക്ടറെ കണ്ടത്? പിന്നെ ഞങ്ങൾ പോയി മാം, വീണ്ടും കുറെ സമയം എടുത്തു മാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് 2023 പോയെ. അപ്പൊ ഒരു ഗൈനക്കോളജി ഡോക്ടറെ അടുത്താ പോയെ. അപ്പൊ അവരോട് ഞാൻ ആദ്യം പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ മനസ്സിലുള്ള കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞവിടെ. അപ്പൊ ഡോക്ടർ നന്നായി മനസ്സമാധാനിപ്പിച്ചു. അപ്പൊ എന്നോട് ആദ്യം മാഡം പറഞ്ഞ ഞാനൊന്ന് പരിശോധിക്കും മോളെ, അപ്പൊ മോള് വിഷമിക്കേണ്ട, ഞാൻ വേദനിപ്പിക്കില്ല, ഞാൻ നല്ല രീതിയിൽ ചെയ്യാം, മോൾക്ക് വേദന അറിയാണ്ട് ഞാൻ പരിശോധിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പോയി കിടന്നു മാഡം. അപ്പൊ ഏട്ടനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു.
അപ്പൊ അവര് പരിശോധിച്ചപ്പോ എന്റെ മനസ്സ് നല്ല റിലാക്സ് ആയി. എന്നിട്ട് ആ മാഡം വിരലിട്ട് പരിശോധിച്ചപ്പോ എനിക്ക് ഒരു വേദന വെരി ഉണ്ടായിരുന്നില്ല. ഗുഡ്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് വന്നു മാഡം. എന്നിട്ട് ആ മാഡം പറഞ്ഞു സ്ട്രക്ചറലി ഒരു പ്രശ്നമില്ല മോൾക്ക്, ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഡോക്ടറെ റെഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ, ബാംഗ്ലൂരിലുള്ള ഒരു ഡോക്ടറെ റെഫർ ചെയ്തു, സൈക്കാട്രിസ്റ്റിന്റെ ആ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത്. എന്നിട്ട് അതിന്റെ ഒപ്പം ഒരു ഓപ്ഷനും കൂടി പറഞ്ഞു, മാം ഡയലേറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ മാഡം പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാന്നല്ല തീരുമാനത്തിലായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി കണ്ടു. അത് ബാംഗ്ലൂരിലെ സൈക്കാട്രിസ്റ്റ് മാഡം. അപ്പൊ ഞങ്ങൾ ആദ്യം പോയി, മെയിൽ സൈക്കാട്രിസ്റ്റോ ഫീമെയിലോ? അവര് മെയിലായിരുന്നു, മെയിൽ സൈക്കാട്രിസ്റ്റ്. അപ്പൊ ഞങ്ങള് ഈ മാഡത്തിന്റെ ലെറ്ററും കൊണ്ട് അവരെ പോയി കണ്ടു. അപ്പൊ അവരെ പോയി കണ്ടപ്പോ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞു മാം, എല്ലാം തുറന്നു പറഞ്ഞു, എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിട്ട് എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ അവിടെ എത്ര സെഷൻസ് ചെയ്തു? അവിടെ ഒരു 5-6 സെഷൻസ് ചെയ്തു മാഡം. ഒരു 2 ഓൺലൈനും ബാക്കി നേരിട്ട് പോയി സെഷൻ. എത്ര കൂടുമ്പോൾ പോയിരുന്നു? അതൊരു 3 ആഴ്ച വീക്കിൽ നമ്മൾ പോയിട്ട് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ അവിടെ ഈ ഒരു സെഷൻസിൽ എന്തൊക്കെയാണ്? കൗൺസിലിംഗ് ആണോ ഇല്ല വേറെ എക്സസൈസസ് ആണോ പഠിപ്പിച്ചത്? അവിടെ ഇല്ല എന്തെങ്കിലുമൊക്കെ മരുന്നുകളോ അതിന്റെ ഒപ്പം തന്നിരുന്നു? അവിടെ കൗൺസിലിംഗ് ആയിരുന്നു മാം, കൗൺസിലിംഗ് സെഷൻ ഉണ്ടായിരുന്നു. പിന്നെ കപ്പിൾ സെക്സ് തെറാപ്പി എന്ന് പറഞ്ഞൊരു സെഷൻ. അതിലെന്തൊക്കെയാ? കപ്പിൾ സെക്സ് തെറാപ്പിയോ കപ്പിൾ തെറാപ്പിയോ? കപ്പിൾ സെക്സ് തെറാപ്പി എന്ന് പറഞ്ഞു മാഡം. അപ്പൊ അവർ ആദ്യം നമുക്ക് പോയപ്പോ നമ്മുടെ മറ്റേ വജനയുടെ എത്ര ഹോൾ ഉണ്ട് നമുക്ക്, അത് നമ്മൾ എന്തിനൊക്കെയാ, നമുക്ക് ഓരോ ഹോളിനും ഓരോ ഇതില്ല, അതിനെ പറ്റിയൊക്കെ അവർ എനിക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു. ഏട്ടനും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കീഗൾ എക്സസൈസിനെ പറ്റി പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്സ്, അത് ബ്രീത്തിങ് മാം, അത് ഡയഫ്രാമിക് ബ്രീത്തിങ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, അത് പറഞ്ഞു തന്നു. എന്നിട്ട് ഇതിന്റെ കൂടെ എനിക്ക് 2 കാര്യം കൂടി, 2 മേജർ കാര്യങ്ങൾ പറഞ്ഞു തന്നു മാഡം. ഒന്ന് എന്നോട് പറഞ്ഞു ഡയലേറ്റർ യൂസ് ചെയ്യണ പോലെ സെൽഫായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ സെൽഫ് ഫിംഗറിങ് എനിക്ക് പഠിപ്പിച്ചു തന്നു മാഡം. ഡയലേറ്റർ യൂസ് ചെയ്യാൻ പറഞ്ഞു. മോള് എത്ര മാസം ആ തെറാപ്പി കണ്ടിന്യൂ ചെയ്തു? അപ്പൊ അതിങ്ങനെ പോയിട്ട് ഞാൻ പറയില്ലേ മാഡം 6 സെഷൻസ് പോയിന്ന് പറഞ്ഞില്ലേ, അപ്പൊ 3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ പോയി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സത്യം പറഞ്ഞാൽ അത് നമ്മൾ മുന്നോട്ട് നമുക്ക് ആ ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു മാഡം. IBS എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ മാഡം, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതെ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ടെൻഷനൊക്കെ കാരണം പലപ്പോഴും നമ്മുടെ കുടലിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് ഒരു പ്രതികൂലമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ IBS എന്ന്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പോകുന്നില്ല. വളരെ ബുദ്ധിമുട്ട് ഏറിയൊരു അവസ്ഥയാണ് IBS. സീരിയസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ന്യൂസൻസ് ആയിട്ടുള്ള ശല്യപ്പെടുത്തുന്ന ഒരു സംഭവമാണത്. IBS അങ്ങനെ സ്ഥിരീകരിച്ചു മാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുത്തു. ഈ വജൈനിസ്മസ് ആണ് മോളുടെ അവസ്ഥ എന്നുള്ളത് എപ്പോഴാണ് അറിഞ്ഞത്? അത് വന്നിട്ട് സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ അടുത്ത് പോയപ്പോ അവര് വീഡിയോ ഞാൻ ഷോർട്സ് കണ്ടിരുന്നു. അപ്പൊ എനിക്ക് അതിനെ ആ വേർഡ് എനിക്കറിയാം മാഡം, അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവിടുത്തെ സാറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു, IBSന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വേറെ ഡോക്ടറെ കാണണം, അതെന്തിനാ വേറെ ഡോക്ടറെ കാണാൻ പോയത്? തിരിച്ച് ആ ഡോക്ടർ നല്ല റിസൾട്ട് കിട്ടിയിരുന്നില്ലേ മക്കളെ? നല്ല റിസൾട്ട് കിട്ടി മാഡം. പക്ഷെ എനിക്ക് എവിടെ ഒരു തോന്നല്, കാരണം ഇത് ഇപ്പൊ ഒന്നെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുക്കും മാഡം. എന്നിട്ട് പിന്നെ എക്സസൈസ് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇപ്പൊ വയ്യാണ്ടൊക്കെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര അപ്സെറ്റ് മൂഡ് ഓഫ് ഒക്കെ ആവുമ്പോൾ നമുക്ക് അതൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല, നമുക്ക് ദിവസം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞങ്ങൾ ഏട്ടനും ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് മനസ്സിലായി, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയ സാറ് പറഞ്ഞപ്പോ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു, അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതിന് എവിടെയാ ട്രീറ്റ്മെന്റ് ഉള്ളത് അത് അന്വേഷിച്ച് പിടിച്ചിട്ട് അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു മാഡം. അങ്ങനെയായി. അപ്പൊ ഇവിടുത്തെ വജൈനിസ്മസ് ട്രീറ്റ്മെന്റ്, നമ്മുടെ ദേവികൃപയിലത്തെ വജൈനിസ്മസ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് മോള് ആരെങ്കിലും പറഞ്ഞാണോ അറിഞ്ഞത്? ഇല്ല മോൾ എന്റെ വീഡിയോസ് കണ്ടിരുന്നു? എങ്ങനെയാണ്? അതെങ്ങനെയാ വെച്ചാൽ ഞാൻ മാഡത്തിന്റെ വീഡിയോ കണ്ടിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ അഡ്മിഷൻ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു. പിന്നീട് ഇത് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർക്ക് പ്രയാസമുള്ള കാരണം പിന്നെ മാഡം അഡ്മിഷൻ കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു. അതിനെക്കുറിച്ചും ഞാൻ കുറെ ലൈവ് സെഷൻസിലും വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അജേഷ് കാർത്തിക എന്ന് പറഞ്ഞ ആ ഒരു കപ്പിൾ പബ്ലിക് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അതെ മാഡം. അപ്പൊ ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം കണ്ടു. അപ്പൊ ഒന്നും കൂടി ഒരു ആത്മവിശ്വാസം കൂടി. എന്നിട്ട് നിങ്ങൾ കൺസൾട്ടേഷൻ എടുത്തു? എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നവംബറിലോ ഡിസംബറിലോ ആണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഓൺലൈൻ. ഡിസംബറിൽ എടുത്ത മാഡം ആദ്യമായിട്ട് കൺസൾട്ടേഷൻ. അന്ന് ഞാൻ എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നേന്ന് മാഡത്തിന് അറിയാം. അന്നത്തെ കീർത്തിയും ഇന്നത്തെ കീർത്തിയും തമ്മിൽ എന്ത് ഭയങ്കര അന്തരമുണ്ട്, ഭയങ്കര ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതെ. അപ്പൊ ഫുള്ള് ഡിപ്രഷൻ അടിച്ചിട്ട് മാമിന് അറിയാം. അപ്പൊ മാഡം പറഞ്ഞു ധൈര്യമായിട്ട് വരും മക്കളെ, 200% നമുക്ക് റിസൾട്ട് ഉണ്ട്, ധൈര്യമായിട്ട് വരുന്നു പറഞ്ഞു. ഞാൻ ഉടനെ വരാൻ പറഞ്ഞില്ല, പക്ഷെ ട്രീറ്റ്മെന്റ് വരാൻ പറഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് മാഡത്തിന് സ്ലോട്ട് ഒന്നും തരാൻ പറ്റില്ല, കാരണം ഇവിടെ ആദ്യമേ ഇങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ബാച്ച് ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മൾക്ക് ഡിപ്രഷനൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, കീർത്തി വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു, ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷനൊക്കെ കുറച്ച്
കുറച്ചൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതേപോലെ ഇവിടെ വന്ന് ഇപ്പോൾ വർഷങ്ങളോളം ശരിയാകാത്തത് ഇവിടെ വന്നൊരു 15 ദിവസത്തിൽ ശരിയാവണമെങ്കിൽ നമ്മുടെ ശരീരം അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർഡ് ആണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കും. പിന്നെ അത് മാത്രല്ല, ഇതിൽ ഏറ്റവും നല്ലൊരു ഒരു പോയിന്റ് എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇവിടെ വരുന്നേക്കാട്ടും മുന്നേ തന്നെ ഇവിടുത്തെ പണ്ടത്തെ ബാച്ചിൽ വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്ത ഒരു കപ്പിളുടെ നമ്പർ എനിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. അവര് നമ്മൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ഏത് പേഷ്യന്റ് കൺസൾട്ടേഷൻ എടുത്താലും ഇതിന് മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തു പോയ ആരുടെയെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ 2 ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. എന്തറിയാമോ, നമ്മളിത് എത്രയൊക്കെ ഇത് ഇഫക്റ്റീവ് ആണ്, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞാലും ഇതേപോലെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ വേറെ ആരെങ്കിലും കൂടി അത് പറയുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഒരു ഒപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം കിട്ടും. ആ ശുഭാപ്തി വിശ്വാസം വളരെ വളരെ ആവശ്യമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ. അതെ മാഡം, സത്യമാണ്. എന്താ തോന്നിയത്? എനിക്ക് വളരെ സന്തോഷമായി. കാരണം വരാൻ തീരുമാനിച്ചിട്ടും എന്റെ ഉള്ളിൽ ഒരു ശങ്ക ഉണ്ടായിരുന്നു, ഇത്ര കൊല്ലം ആവാത്ത കാര്യം എങ്ങനെയാ ഒരു 15 ദിവസം കൊണ്ട് എങ്ങനെയാ ആവാന്ന്. അപ്പൊ ഇവിടുന്ന് കിട്ടിയ നമ്പറിലേക്ക് ഒരു കപ്പിൾ നമ്പർ തന്നിരുന്നു. അവരിലേക്ക് വിളിച്ച് ഞാൻ സംസാരിച്ചു. കാസർഗോഡ് നിന്ന് വന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോ ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞു. ഞാൻ എന്റെ എല്ലാ അവസ്ഥയും പറഞ്ഞു. അപ്പൊ എന്നോട് ആ കുട്ടി പറഞ്ഞത് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ, എനിക്ക് ഇതിന് പൊടി പോലും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ധൈര്യമായിട്ട് പോയിക്കോളൂ, പോയിട്ട് അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും. പിന്നെ ആ കുട്ടി പറഞ്ഞു എപ്പോ വേണമെങ്കിലും അവരെ വിളിക്കുക, ഇപ്പൊ എനിക്ക് സങ്കടം വന്ന ആ കുട്ടീനെ വിളിച്ച് സംസാരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്നിൽ തന്നെ ഒരു വിശ്വാസം വന്നു തുടങ്ങി, എന്നെ കൊണ്ട് പറ്റുന്നൊരു വിശ്വാസം വന്നു തുടങ്ങി. അങ്ങനെ കീർത്തി മാർച്ച് ബാച്ചിലാണ് വന്നത് കേട്ടോ. മാർച്ച് 2024 ബ്ലിസ് 9 ബാച്ച്. അതെ, വന്നു കഴിഞ്ഞിട്ടും പിന്നെയും കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഞാന് വലിയ ആളായിട്ട് ഇവിടെ ഒക്കെ വന്ന് ഇറങ്ങി. ദേവികൃപ ഹോസ്പിറ്റലിന് മുന്നിൽ വന്ന് ഇറങ്ങിയപ്പോ അവിടെ ഞാൻ ഉള്ളിലോട്ട് വരുന്നില്ല, കാല് വെക്കാൻ ഭയങ്കര പേടി. അപ്പൊ ബാക്കിൽ നിന്ന് എന്റെ ഹസ്ബൻഡ് പോകുമെന്ന് പറഞ്ഞ ഒരു പുഷ് തന്നു. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് ഇല്ലല്ല മാഡം, തിരിച്ച് ഓടിപ്പോണെന്നല്ല തോന്നി. ഇവിടെ വന്നപ്പോഴേ വീണ്ടും മനസ്സിൽ നിന്നെ കൊണ്ട് പറ്റുമോ, 15 ദിവസം കൊണ്ട്, ഇതായിരുന്നു ചിന്ത. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പുഷ് ചെയ്തപ്പോ ഞാൻ അകത്ത് വന്നപ്പോ ഒരു ധൈര്യം വന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ആയി തോന്നുന്ന കാര്യം, വരുമ്പോ നല്ല നമ്മുടെ ദേവിയുടെ അവിടെ ഒരു ഐഡൽ ഉണ്ട് ഹോസ്പിറ്റലിന്റെ പുറത്ത്. അത് കണ്ടപ്പോ ദേവീനെ മനസ്സിൽ പ്രാർത്ഥിച്ച് കേറി അങ്ങോട്ട് എല്ലാം ശുഭാവുന്നുള്ള വിശ്വാസത്തോടെ കേറി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ റിലാക്സ് ആയി. അന്ന് രാത്രി ജസ്റ്റ് മാമിനെ ഒന്ന് കണ്ടു. എന്നിട്ട് പിന്നെ സാറായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സംസാരിച്ചു മാഡം. എന്നിട്ട് നെക്സ്റ്റ് ഡേ, അതായത് മാർച്ച് 15, 2024 ഞങ്ങളുടെ ഫസ്റ്റ് മാഡത്തിന്റെ ഒപ്പിൽ വെച്ചിട്ട് നമ്മുടെ സെഷൻസ് തുടങ്ങി. അപ്പൊ ആദ്യം തന്നെ മാഡം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പൊ ആദ്യം പോകുമ്പോൾ എന്താ പറയാ, നമുക്കൊരു വർക്ക്ഷീറ്റ് മാം തരും. അതിലിങ്ങനെ കുറെ എക്സസൈസിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് എക്സസൈസ് ഉണ്ടാവും, ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ടാവും, പിന്നെ സെൻസൈഡ് ഫോക്കസ് തെറാപ്പി ഉണ്ടാവും, പിന്നെ യോഗ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് ലൈഫ് സ്കിൽസ് ഉണ്ടാവും, കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, ഇങ്ങനെ കുറെ സംഭവങ്ങളും എല്ലാം കൂടി കൂട്ടി ചേർത്തിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് വന്നത്. ലൈഫിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു എന്നൊരു തിരിച്ചറിവോടെ വേണം ഇവിടെ നിന്നും പോകുന്നവർ പോകാൻ എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മളെ ട്രാക്കിലേക്ക് ആക്കി വിടുകയും അതിനുശേഷം പിന്നെ ആ ട്രാക്കിലൂടെ നടന്നു പോകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതാണ്. അപ്പൊ നമുക്ക് എല്ലാം മാഡം പഠിപ്പിച്ചു തരും, ഡെപ്ത് പഠിപ്പിച്ചു തരും. പിന്നെ നമ്മുടെ ഇതാണ്, നമ്മൾ എത്രമാത്രം കമ്മിറ്റ്മെന്റ് ഇടും, നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്യും. അപ്പൊ നമുക്ക് ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഈ പെർട്ടിക്കുലർ നമുക്ക് എന്താ പറയാ, നമുക്ക് വെജനിസ്മസ് അല്ല കണ്ടീഷൻ മാത്രമല്ല, ഒരു ഹാപ്പി ലൈഫിൽ നമ്മൾ എന്തൊക്കെ വേണം അതിലെല്ലാം എല്ലാ എലിമെന്റ്സ്. ഇപ്പൊ മാഡം എപ്പോഴും എന്നോട് പറയും, ഒരു വട്ടം പറയുന്നുണ്ട്, സാമ്പാർ തന്നാവണെങ്കിൽ നമുക്ക് അതിൽ പരിപ്പും കാര്യങ്ങളും എല്ലാ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ കഷ്ണങ്ങൾ വേണം. അപ്പൊ എല്ലാം കൂടി നല്ല ഇതിൽ ചെയ്താലും നമുക്ക് നല്ലൊരു സാമ്പാർ ആയിക്കോട്ടെ. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നല്ലൊരു ട്രെയിനിങ് തരും. നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണ വരെ മാഡം പറഞ്ഞുതരും. അപ്പൊ നമുക്ക് എന്ത് ലൈഫിൽ ഇനി മുന്നോട്ട് എന്ത് പ്രശ്നം വന്നാലും അത് എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യും, അത്ര ക്ലാസ് വരെ നമുക്ക് കിട്ടും. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സാമിന് പോലും ഇങ്ങനെയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എല്ലാ കാര്യവും ഇവിടുന്ന് പഠിച്ച് സത്യം പറഞ്ഞാൽ PhD എടുത്തിട്ട് നമ്മളൊക്കെ ഇവിടെ നിന്ന് പോവുക. അത്രയും സന്തോഷമായിട്ട് നമുക്ക് എല്ലാം മാം പഠിപ്പിച്ചു തരും. പിന്നെ ഒരു കാര്യം, മാമിന്റെ എഫേർട്ട്, മാം ഒരുപാട് എഫേർട്ട് ഇട്ട് പറഞ്ഞുതരും. മാം ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ലയിച്ചു പോകും. നല്ല സെഷൻസ് ആയിരുന്നു. എല്ലാ സെഷൻസും നമ്മൾ ഓരോ ദിവസം ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കും. മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മാമിന്റെ സെഷൻസ് നമുക്ക് മനസ്സിലാവും.
എല്ലാം അടിപൊളി സെഷൻസ് ആയിരുന്നു മാഡം. ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ഇഷ്ടമായോ? ഗ്രൂപ്പ് സെഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അത് എല്ലാ ദിവസവും ഉണ്ടാവും ഗ്രൂപ്പ് സെഷൻസ് എല്ലാം നമ്മൾ ഇന്ററാക്ട് ചെയ്ത് പറയും. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ സെക്സിനെ പറ്റിയൊക്കെ വർത്താനം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചെമ്മലല്ലേ, അയ്യോ അത് ചീത്തയല്ലേ, എങ്ങനെ നമ്മൾ തുറന്നു പറയാം, അങ്ങനത്തെ ഒരു ഇതൊക്കെ ചിന്താഗതി മനസ്സിലുണ്ടാവും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കണ പോലെ ഇല്ലെങ്കിൽ കുളിക്കണ പോലെ നമ്മൾ ഷോപ്പിങ്ങിന് പോണ പോലെ അത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അത് എങ്ങനെയാ വെച്ചാൽ നല്ല രീതിയിൽ, അത് എന്താ പറയാ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചൊന്നുമല്ല, നല്ല രീതിയിൽ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു തുറന്ന പുസ്തകമാവും. നമുക്ക് ആർക്കെങ്കിലും ചമ്മലുണ്ടാവും, ഇതിനെപ്പറ്റി നമുക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. സെക്സ് എന്ന് പറഞ്ഞ വാക്ക് എന്താ പറയാ ഒരു ചിലവർ പറയും ചീത്തയാണ്, ഒരു ചീത്ത ടാബും ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സെക്സ് എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലായി മാഡം? അത് ഭാവിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ എല്ലാത്തിനും വളരെയധികം ഉപയോഗിക്കും കേട്ടോ കുട്ടികളെ. ശരിയാണ് മാഡം. സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ വിവാഹ ജീവിതത്തിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അത് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാനും പറ്റില്ല. അത് നല്ല രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ ബാക്കി തലങ്ങളിലുള്ള ഇന്റിമസി നന്നായിട്ട് ഉണ്ടാവണം. നമ്മൾ ഒരാൾ നല്ല മൂഡായിട്ട് സെക്സിന് വേണ്ടി ഇരിക്കുമ്പം മറ്റേ ആൾ ആ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കൊനഷ്ട പറഞ്ഞാൽ പോയില്ലേ. അപ്പൊ അതിനാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയണത്. എപ്പോ എന്ത് പറയണം, പറഞ്ഞുകൂടാ ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പൊ എല്ലാം ഉണ്ടാവും മാഡം പറഞ്ഞ പോലെ. നമുക്ക് എല്ലാ എലിമെന്റ്സും ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും ഇമോഷണൽ ആയാലും എല്ലാം കൂടി ചേർന്നിട്ടാണ്. കാരണം ഈ സമയം നമ്മുടെ മനസ്സിനാണ്. സോ എപ്പോഴും നമ്മുടെ മൈൻഡും ബോഡി കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാം നമ്മൾ റിലാക്സ് ചെയ്ത് ഹാപ്പി ആയി ചെയ്യുമ്പോഴേ, അത് രണ്ട് ഹസ്ബൻഡും വൈഫിനും സന്തോഷത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിലൊരു തൃപ്തി കിട്ടും. അപ്പം ഫോർ പ്ലേക്ക് ഒന്നും പ്രാധാന്യമില്ല, എങ്ങനെയെങ്കിലും ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാര് ഇപ്പോൾ ഇതിലൊക്കെ ഒരു PhD എടുത്ത പോലെയായി. അതെ. അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇതിനെപ്പറ്റി ഒന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പൊ മാഡത്തിന്റെ ക്ലാസ്സിൽ കൂടിയാണ് നമുക്ക് മനസ്സിലായി ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കുറെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ പാർട്ടിസിപ്പൻസും നന്നായി കമ്മിറ്റ്മെന്റോടെ നല്ല രീതിയിൽ ഇതിൽ അങ്ങ് ഇഴകി ചേരണം. അത് ഒരുവിധം എല്ലാ ബാച്ചിലുള്ള എല്ലാവരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും സമയം എടുത്ത് ലീവ് എടുത്ത് പൈസയും ചെലവാക്കി റിസ്ക് എടുത്ത് ഇവിടെ വരുമ്പം നിങ്ങൾ കമ്മിറ്റ്മെന്റോടെ ഇരിക്കുക തന്നെ ചെയ്യും അല്ലെ. അത് വേണമല്ലോ അല്ലെ. അങ്ങനെ കമ്മിറ്റഡ് ആയുള്ളവരെ മാത്രമേ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കുകയുള്ളൂ. മാത്രമല്ല റിലേഷൻഷിപ്പ് പ്രശ്നമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കില്ല. അതൊക്കെ ഒന്ന് കുറച്ചെങ്കിലും ശരിയായിട്ട് സമ്മതിക്കുള്ളൂ. 1-2 പ്രാവശ്യം എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം നമ്മള് 1-2 കപ്പിൾസിന് അവർക്ക് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഇത് ശരിയായാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നം ശരിയാകും അവര് ക്ഷണിച്ചത്. കാരണം അവരെന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞങ്ങൾ ഡിവോഴ്സ് ആയിപ്പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ പിന്നീട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. അവർ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ശരിയായിപ്പോയി. പക്ഷെ പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ ബാക്കി റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഫാമിലീസ് തമ്മിൽ ഈ പല കാര്യങ്ങൾ കൊണ്ടുള്ള ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ കാരണം അവര് പിന്നെ ഒരുമിച്ചല്ല ഇപ്പെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ 2 കപ്പിൾസ് മാത്രമാണ് അങ്ങനെ. അതെനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ട് കഴിയണു എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് മാം പറഞ്ഞ പോലെ ഇവിടുത്തെ ചുറ്റുപാട് നമുക്ക് അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിപ്പോ വന്ന് 2-3 ആഴ്ച നിൽക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും സോളും എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രയത്നം ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതൊരു നെറ്റ്വർക്കിംഗ് ആണ്. എല്ലാവർക്കും ഒരു ഗോളാണ്, നമുക്ക് ഇത് മറികടക്കണം. പിന്നെ നമ്മുടെ ലൈഫ് നമുക്ക് ഒന്നും കൂടി ബെറ്റർ ആക്കണം. നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം, നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള കാര്യമാണ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്. അത് മാഡം ഇങ്ങനെ ഈ ഗ്രൂപ്പ് സെഷൻ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എല്ലാവരും ഓപ്പൺ അപ്പ് ആവും. ഇപ്പൊ ഒരാളും മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ മാഡം എല്ലാവരോടും ചോദിക്കും. നമ്മങ്ങനെ ഇന്ററാക്ഷൻ അല്ല മാഡം, കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഓപ്പണായി സംസാരിക്കാം. അപ്പൊ എല്ലാവരും അവരുടെ മനസ്സിലെല്ലാ ശങ്കയും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ എല്ലാത്തിനും സൊല്യൂഷൻ കിട്ടും. അപ്പൊ ഗ്രൂപ്പ് സെഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ബാച്ചിൽ എല്ലാവരും എൻജോയ് ചെയ്തു. ഞങ്ങൾ മാത്രമല്ല, ഇതിനെക്കാട്ടും മുന്നുള്ള ആൾക്കാർക്കും ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഗ്രൂപ്പ് സെഷൻസ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതെ, ഇതിന്റെ ഒപ്പം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, നമുക്ക് ഹാപ്പി ആവാം. മാമിന്റെ വഴിയെ കുറച്ച് പൊടിക്കഴികൾ എന്നൊക്കെ പറയാ വേണമെങ്കിൽ അല്ലേ മാഡം. അപ്പൊ നമുക്ക് ബീച്ചിലേക്ക് പോവാ, പിന്നെ അമ്പലത്തിൽ പോവാ, സിനിമ കാണാൻ പോവാ, ബ്യൂട്ടി പാർലർ പോവാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ടൊന്നും പറയില്ല. നിങ്ങൾ ഇവിടെ വന്ന് ഇവിടേക്ക് ഇനി ബാച്ചിലേക്ക് അലോട്ട് ആയ കപ്പിൾസ് വന്ന് നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ എല്ലാം മനസ്സിലാവും. അത്രേ ഞാൻ പറയുള്ളൂ അല്ലെ മാഡം? അത്ര പോരെ? കുറച്ച് സസ്പെൻസ് വേണ്ടേ അല്ലേ? ചിലപ്പോൾ ഇനി വരുന്ന ബാച്ചിന് ഇനി ഇതിനെക്കാളും കൂടുതൽ കുറച്ചും കൂടി കാര്യം മാം അതിൽ ഇൻക്ലൂഡ് ചെയ്യും. നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇനി അവിടെ എല്ലാം പോയിട്ട് മാമിന് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുമ്പോഴാവും നമുക്ക് മനസ്സിലാവും. മാം എപ്പോഴും ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്. മാം
പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരും. അപ്പോൾ എന്താ പറയാ, സന്തോഷകരമായി ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ പോയി. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി വന്നു. അപ്പൊ മാഡം പറഞ്ഞു നമ്മളിപ്പോ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി, ഡയലേറ്റർ എല്ലാം സക്സസ്ഫുൾ ആയി, നെക്സ്റ്റ് നമ്മുടെ എന്താ പറയാ പെനിട്രേറ്റീവ് സെക്സ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് ആദ്യം വിശ്വസിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഇത് ശരിക്കും ഇത്ര ആയോ, നമ്മളൊക്കെ ഇത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, നമുക്ക് തന്നെ ഒരു സംശയമായിരുന്നു. മാഡം ഇത്ര പെട്ടെന്നോ 15 ദിവസം കൊണ്ടൊക്കെ നമുക്ക് അതിലേക്ക് എത്തി, നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ ഞങ്ങൾ ഓക്കെ മാം പറഞ്ഞ പോലെ ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ ആദ്യം ശ്രമിച്ചപ്പോ അതിന്റെ ഒരു ടെൻഷനും പേടി കാരണം സത്യം പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പെയിനിന്റെ ആയിരുന്നു, ഇല്ല പാർട്ട്ണർക്ക് കുറച്ച് പാർട്ട്ണർക്ക് കുറച്ച് ഇറക്ഷൻ അവസാനം എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അപ്പൊ എന്താ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഈ പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ ഓരോ കാര്യങ്ങൾ മാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫോർ പ്ലേയുടെ പ്രധാനം, പിന്നെ സെൻസൈറ്റ് തെറാപ്പി, അതിനെ പറ്റിയൊക്കെ മാഡം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ അതൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾ ചെയ്തു തുടങ്ങി. മാഡം പഠിപ്പിച്ച കാര്യങ്ങൾ, മറ്റേ സെൽഫ് ഫിംഗറിങ്, അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയി പറയില്ല, അതൊക്കെ നമ്മൾ ഓരോന്ന് പടിപടിയായി ചെയ്തു തുടങ്ങി. അപ്പൊ മനസ്സിലായി ഈ ഫോർ പ്ലേയുടെ പ്രാധാന്യം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ടെൻഷൻ വന്നപ്പോൾ അത് റിലേറ്റഡ് മാം ജസ്റ്റ് ചെറിയൊരു ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അത് കഴിച്ചിരുന്നു. അപ്പൊ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി. പിന്നെ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല, ഒരു അത്ഭുതം നമ്മുടെ ലൈഫിൽ നടന്ന പോലെ. കാരണം 5.5 കൊല്ലം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞങ്ങളാണ് ഇത്ര സക്സസ്ഫുൾ. ജസ്റ്റ് ഒരു 15 ഡേയ്സ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വന്ന് ഇവിടെ നിന്ന് മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത്, ആ കമ്മിറ്റ്മെന്റോടെ ചെയ്ത്, അതേപോലെ രീതിയിലെല്ലാം കൂടെ നമ്മൾ ഒത്തുചേർന്ന് എല്ലാം ചെയ്തപ്പോൾ 15 ദിവസം കൊണ്ട് 5.5 കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ വജൈനിസ്മസ് കണ്ടീഷൻ ഞങ്ങൾ ഓവർകം ചെയ്തു. എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികത എന്ന് പറഞ്ഞാൽ ഞാൻ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതെനിക്ക് വിഷമമായിട്ടുള്ള കേട്ടോ, എനിക്ക് എന്നെ കൊണ്ട് പറ്റിയില്ല എന്നൊരു സന്തോഷമായിരുന്നു മാഡം. കാരണം ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മിറാക്കിൾ സംഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇത് മാഡത്തിനോട് പറഞ്ഞപ്പോഴും സന്തോഷം, സാറിനോട് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത്രയും സന്തോഷം ഞങ്ങൾക്ക്. പിന്നെ എനിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഈ വീഡിയോ ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കണം. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇത് എന്തായാലും സഹായമാവും, എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇതിങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സഹോദരി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഏതായാലും ഒരാൾക്ക് ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട്സിലോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും തുറന്ന് പറയാൻ ഒരു മടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു പോയി എന്നെ പോലത്തെ ഒരാൾ ഇത് പറയുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇങ്ങനത്തെ ഒരു സംഭവം വന്നാൽ നമ്മൾ വിഷമിച്ചിരിക്കാണ്ട്, നമ്മുടെ സമയം നമ്മുടെ വർഷങ്ങൾ ഇങ്ങനെ പോയിന്ന് വിഷമിച്ചിരിക്കാണ്ട് റൈറ്റ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നേരിട്ട് നമുക്കിത് സക്സസ് ആവുന്നല്ല ഉറപ്പ്. ഡെഫിനറ്റ്ലി ഇത് എല്ലാവർക്കും സക്സസ് ആവും. അത് ഞാൻ 100% പറയാം, എല്ലാവർക്കും സക്സസ് ആവും. അപ്പൊ നിങ്ങൾ ധൈര്യത്തോടെ ട്രീറ്റ്മെന്റ് എടുക്കുക, അതിന് വേണ്ടിയാണ് പറയുന്നത്. നാളെ ഇനി നിങ്ങളുടെ പോലത്തെ ആൾക്കാർ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കും കോൺഫിഡൻസ് വരും ഇങ്ങനെ മുന്നിൽ വന്ന് പറയാൻ. ഇത് നമ്മൾ ചെയ്യുന്നത് വേണ്ടി നമ്മുടെ പോലെ എല്ലാ ആൾക്കാരും ഇതേ പ്രശ്നത്തിൽ ഇങ്ങനെ കടന്നു പോണ ആൾക്കാർക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി, അവരൊറ്റയ്ക്കല്ല, നമ്മളൊക്കെ കൂടെ ഉണ്ട്, നമ്മളൊക്കെ ഇതിൽ കൂടെ കടന്നു പോയവരാണ്. അപ്പൊ നമുക്ക് ഇത് ഡെഫിനറ്റ്ലി ഓവർകം ചെയ്യാൻ പറ്റും അല്ല മാഡം? അതാ എനിക്ക് പറയാനുള്ളൂ. എവിടെയാന്ന് വെച്ചാൽ എത്ര വർഷമായാലും സാരമില്ല മക്കളെ, എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ ഒരുപാട് ആളുകൾക്ക് എങ്ങനെയെങ്കിലും കുഞ്ഞുണ്ടായാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായി തീരും ഈ കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ശരിയാണ്, നമുക്ക് കുഞ്ഞുണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു വിവാഹ ജീവിതത്തിൽ ഒരു പ്രധാന ഒരു ഘടകമാണ് കുഞ്ഞുങ്ങളോ ഉണ്ടാകുക എന്നുള്ളത്, അല്ലേ? എന്നാൽ ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞാൽ, കുഞ്ഞാകുന്നതിന് മുൻപ് തന്നെ ട്രീറ്റ്മെന്റിൽ നിന്നും പിന്നോക്കം നിൽക്കുന്ന പലരും കുഞ്ഞായി കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരിയാണ്, ഇപ്പോഴൊക്കെ കുറച്ചധികം ആളുകൾ ഇങ്ങനെ കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാലും ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും താരതമ്യേന സാധ്യത കുറവല്ലേ അങ്ങനെയുള്ളവർ. കീർത്തിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ശരിയാക്കാൻ വേണ്ടി കുട്ടിയെ വീട്ടിൽ നിർത്തിയിട്ട് കീർത്തി വരുമോ? ഇനി വരികയാണെങ്കിൽ തന്നെ കൊച്ചിന് എത്ര വയസ്സായിട്ടാണ് അങ്ങനെ നിർത്തിയിട്ട് വരാൻ പറ്റുക? അപ്പൊ കീർത്തിയെ പോലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വീഡിയോസ്, അവയർനെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുവാൻ മുന്നോട്ട് വരട്ടെ. അതിനുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലേ? അതെ മാഡം. അപ്പൊ എനിക്കും ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും നല്ലൊരു എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കുറെ പൊട്ടത്തരൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ചിലതൊക്കെ റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് തന്നെ ഇവിടേക്ക് വരാനുള്ള ഡിസിഷൻ എടുത്ത കാരണം, ഇപ്പൊ മാഡം പറഞ്ഞ പോലെ വെജൈനിസ്മസ് വന്നത് നന്നായി. കാരണം വെജൈനിസ്മസ് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനി ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും നന്നായി നേരിടാൻ പറ്റും, നല്ല ധൈര്യം ഉണ്ട് മാഡം. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് സക്സസ് ആയി ഞങ്ങൾ ഹാപ്പിയായി പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് ഞങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്ത സീതാ മാഡത്തിനും സാറിനോടും ഈ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. എല്ലാവരും ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സ്വന്തം മക്കളെ പോലെ നോക്കിയിട്ടുണ്ട്.
ഇൻ ഷോർട്ട് മാമിനെ പറ്റി പറയാൻ ഞാൻ പറയും ഷീസ് എൻ ഏഞ്ചൽ. ഓ, അതാണ് ഞാൻ അതൊന്നും പറയുന്നത്. ഇല്ല കേട്ടോ. ഷീസ് എൻ ഏഞ്ചൽ. ഞാനൊരു എനിക്ക് അത്രേ പറയുള്ളൂ. ഷീസ് എൻ ഏഞ്ചൽ. മാം ഏഞ്ചൽ ആണ്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് മാം. എനിക്കത് വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല കേട്ടാ. എങ്ങനെ അത് പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിയില്ല മാഡം. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. വന്ന കീർത്തിയല്ല, ഞാനിപ്പോ പോകുമ്പോൾ ഞാൻ ഒരുപാട് നോളേജ് ആയിട്ട് ഇവിടുന്ന് പോണം. ഇനിയിപ്പോ ഞാൻ ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യും. എന്ത് പ്രശ്നം വന്നാലും എങ്ങനെ ലീഡ് ചെയ്യണം, അത് ഇവിടുന്ന് പഠിച്ച പാഠങ്ങളാണ് മാം. ഇവിടുന്ന് പഠിച്ച പാഠങ്ങൾ ഞാൻ അത് എന്റെ ലൈഫിൽ ഞാൻ അത് എന്താ പറയാ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ അതൊക്കെ ചെയ്യും. അപ്പൊ ഡെഫിനറ്റ്ലി എന്ത് വന്നാലും നേരിടും. ഇത്ര വലിയൊരു സംഭവം ഞാൻ ഓവർകം ചെയ്തില്ല മാഡം. ഇത്ര വലിയ സംഭവം ഒരിക്കലും എനിക്ക് നടക്കില്ല എന്ന് വിചാരിച്ച സംഭവം ഞാൻ ഓവർകം ചെയ്തു. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ നല്ല പോലെ നേരിടാൻ പറ്റും. ആ കോൺഫിഡൻസ് വന്നു. അപ്പൊ ഞാൻ വീണ്ടും പറയാം, എനിക്ക് ഒരുപാട് സന്തോഷം മാമിന്റെ ഒപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. എന്റെ ലൈഫിൽ വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ആണ്. എല്ലാവരുടെ ലൈഫിലും സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ മക്കളെ, ബൈ ബൈ.